Hello students, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 4.3 ദ ഡെഫിനിഷൻ ഓഫ് ഇൻ്റഗ്രൽ എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻ്റഗ്രേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് ഈ ഒരു മൊഡ്യൂളിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന 4.1ഉം 4.2 ഒക്കെ ഇൻ്റഗ്രേഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്കുള്ള ബേസിക് സ്റ്റെപ്സ് ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ബേസിക് ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്നുള്ള ഡെഫിനിഷനിലേക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ട് പുതിയൊരു ടേം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സൈൻഡ് ഏരിയ എന്നാണ് ആ ഒരു ടോപ്പിക്. അപ്പോൾ സൈൻഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്രാഫിൽ എപ്പോഴും എക്സ് ആക്സിസിൻ്റെ മേലെ മാത്രമായിട്ട് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഗ്രാഫ് ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ നമ്മളെടുക്കുന്ന ഗ്രാഫ് ഈ ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പോർഷൻസ് എക്സ് ആക്സിസിൻ്റെ താഴേക്കും പോകുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എക്സ് ആക്സിസിൻ്റെ താഴെയാണ് വരുന്നത്, ഇത് എക്സ് ആക്സിസിൻ്റെ മേലെയാണ്. അപ്പോൾ പോസിറ്റീവും വരുന്നുണ്ട്, നെഗറ്റീവ് ഏരിയാസും വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഗ്രാഫിൻ്റെ താഴെ അണ്ടറിൽ വരുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എക്സ് ആക്സിസ് എന്നുള്ള ആക്സിസിൻ്റെ താഴെയുള്ള ഏരിയയും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൻ്റെ മേലെയുള്ള ഏരിയ മൈനസ് താഴെയുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയനെയാണ് നമ്മൾ സൈൻഡ് ഏരിയ എന്ന് വിളിക്കുന്നത്. അതായത് എക്സ് ആക്സിസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എക്സ് ആക്സിസ് ആണ് നമ്മുടെ ഗ്രാഫ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ് ആക്സിസിൻ്റെ മേലെ വരുന്ന ഏരിയ മൈനസ് എക്സ് ആക്സിസിൻ്റെ താഴെ വരുന്ന ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ടോട്ടൽ ഏരിയ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ സൈൻഡ് ഏരിയ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു സൈൻഡ് ഏരിയ എന്താ പറയുക, സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം ഫോർമുല സമേഷൻ ഓവർ ഐ കെ ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്നുള്ള ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സൈൻഡ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് അല്ലേ. നമ്മൾ ഈ കഴിഞ്ഞ സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വെലോസിറ്റി ഓഫ് എ മൂവിങ് ബസ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം, ഒരു ബസ് ഇവിടെ ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് വിചാരിക്കുക, ഒരു ബസ്സിൻ്റെ. അപ്പോൾ ഒരു ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു പൊസിഷനിൽ മൂവ് ചെയ്തു. ആൻഡ് ഇതൊരു എന്താ പറയുക ടേണിംഗ് ഒക്കെ ഉള്ള ഗ്രാഫാണ്, ടേണിംഗ് ഒക്കെ ഉള്ള ഒരു റോഡാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലെത്തിയപ്പം ബസ് ടേൺ ചെയ്തു, ഇങ്ങോട്ടേക്ക് തന്നെ മൂവ് ചെയ്തു. ആൻഡ് വീണ്ടും ഒരു ടേണിങ് വരുന്നുണ്ട്, അപ്പോൾ അതായത് സിഗ്സാക്ട് ടൈപ്പ് റോഡാണിത്. അപ്പോൾ അത് വീണ്ടും ടേൺ ചെയ്തു, ഈ ഒരു ഫോമിലാണ് പോകുന്നത് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബസ് എന്താണ് എക്സ് ആക്സിസിൻ്റെ താഴെ, അതായത് നെഗറ്റീവിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് പോസിറ്റീവായി എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കുള്ള നമുക്ക് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിൻ്റെ മീൻസ് ഈ ബസ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഗ്രാഫാക്കിയിട്ട് ഈ ഒരു ഫോമിൽ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെയിലി ലൈഫിൽ ഇവിടെയാണ് സൈൻഡ് ഏരിയൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. ഇവിടെയും നമ്മളിത് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമുല ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് യൂസ് ചെയ്താൽ മതി, സൈൻഡ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലാത്ത കേസിൽ നമ്മൾ അപ്പർ സമ്മും ലോവർ സമ്മും കഴിഞ്ഞ സെക്ഷനിൽ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഏരിയ, നമ്മുടെ റിക്വയർമെൻറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ലോവർ സമ്മിൻ്റെയും അതുപോലെ അപ്പർ സമ്മിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും എന്നുള്ളത് കൺക്ലൂഡ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് സൈൻഡ് ഏരിയ എന്നുള്ള കൺസെപ്റ്റാണ്. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഡയറക്റ്റ്ലി നമ്മൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്, നമ്മൾ ഇൻ്റഗ്രേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇൻ്റഗ്രൽസ് എന്നുള്ള കൺസെപ്റ്റ് ഞാനിവിടെ ഡെഫിനേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻ്റഗ്രേഷൻ പ്രൊസീജിയർ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ ഒരു ഡെഫിനേഷൻ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഡെഫിനേഷൻ ഇതാണ്, ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ദ ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ എഫ് if it exists is a number integral a to b f of x dx which separates the upper sum and lower sum. This number is the signed area between the graph of f and x axis.
അതായത് ഇവിടെ പറയുന്ന മറ്റൊന്നല്ല, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ ഇൻ്റഗ്രൽ a to b f(x) dx എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സൈൻഡ് ഏരിയ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷന് ഈക്വൽ ആയിട്ടുള്ള ഫോർമുലയാണ് വരുന്നത്. അതായത് സൈൻഡ് ഏരിയയും ഇൻ്റഗ്രൽസും ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സൈൻഡ് ഏരിയ നമ്മൾ സമ്മേഷൻ യൂസ് ചെയ്തിട്ടാണ് കൊടുത്തത്. സമ്മേഷൻ കെ ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ എന്നുള്ള ഫോർമുല കൊടുത്തു. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ഇൻ്റഗ്രൽ a to b f(x) dxന് ഈക്വലാണ്. ഈ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്കിതിലെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -2 to 3 f(x) dx യൂസിങ് ദ ഗ്രാഫ് ഗിവൺ. ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സൈൻഡ് ഏരിയ. അപ്പോൾ നമുക്കൊരു ഗ്രാഫിക്കൽ സ്ട്രക്ചറായിട്ടാണ് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഡയറക്റ്റ് നമുക്ക് f(x) എന്താണ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലയിൽ കൊടുത്ത് അവിടെ അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ സൈൻഡ് ഏരിയ കൂടി റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളിത് ചോദിച്ചിട്ടുണ്ട് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സൈൻഡ് ഏരിയ ആണ്. നമ്മൾ തൊട്ട് മുന്നത്തെ ഇതിൽ പറഞ്ഞു അല്ലേ, ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, സൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ഈക്വൽ ആണ് എന്നുള്ളത് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റഗ്രൽ -2 to 3 f(x) dx is equal to the സൈൻഡ് ഏരിയ ഓഫ് ദ ഗ്രാഫ്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈൻഡ് ഏരിയയ്ക്ക് ഈക്വലാണ്. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് തരാത്തതുകൊണ്ട് സൈൻഡ് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഫോർമുല അവിടെ അതിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ആ ഫോർമുലയിൽ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, -2 to -1 അവിടെ വരുന്ന കെ ഐ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു -1 -2 ഈ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു ഫംഗ്ഷൻ എഴുതി വെക്കാം. ഫംഗ്ഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ടിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ഫംഗ്ഷൻ എഴുതി വെക്കാം. ഫംഗ്ഷൻ നമുക്ക് സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. f(x) equal to 1 4 -2 less than or equal to x less than അപ്പോൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് അവിടെ വരുന്ന ഹൈറ്റാണ്. ഇത് നമ്മൾ അവിടെ നോക്കിയിട്ടുള്ള എക്സ് ആക്സിസിൽ വരുന്ന ടൈം ഇൻ്റർവെൽസ് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ചില പോയിൻ്റിൽ ഇങ്ങനെ സർക്കിൾ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗ്രാഫിൽ. ആ സർക്കിൾ ഇട്ട പോയിൻ്റിൽ നമ്മൾ ലെസ് ദാൻ എന്നുള്ള ഒരു ഇനീക്വാലിറ്റി മാത്രം കൊടുത്താൽ മതി. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് വന്നിട്ടുള്ള അവിടുത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഇവിടെ കിട്ടി. ഇനി നമ്മൾ കാണേണ്ടത് സൈൻഡ് ഏരിയ ആണ്, കെ ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. ഇറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ കേസിൽ 1 ആണ്. 1 ഇൻറ്റു ഇൻ്റർവെലിൻ്റെ ഡിഫറൻസ് -1 -2 ദാറ്റ് ഈസ് -1 + 2 1 എന്ന് കിട്ടും. പ്ലസ് രണ്ടാമത്തെ കേസിൽ -1 ആണ് കെ വാല്യൂ വരുന്നത്. ആൻഡ് ഇത് 1 -1 എന്ന് വരും. 1 + 1 2 എന്നുള്ളത് കിട്ടും. പ്ലസ് മൂന്നാമത്തെ കേസിൽ 2 ആണ് കെ വാല്യൂ. 2 ഇൻറ്റു ഇവിടെ വരുന്നത് 3 - 1 2. ഓക്കെ, ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1 - 2 + 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 + 4. ആൻസർ വിൽ ബി 3. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒന്നുമില്ല, നമുക്ക് ഗ്രാഫായിട്ടാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു സൈൻഡ് ഏരിയ ഓഫ് അണ്ടർ എ ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽസിന് ഈക്വലാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സൈൻഡ് ഏരിയ യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോവാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഇതാണ്. റൈറ്റ് ദ സൈൻഡ് ഏരിയ ഓഫ് ദ ഗിവൺ ഗ്രാഫ് ആസ് ഇൻ്റഗ്രൽ. നമുക്കൊരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. y=x³ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതാണ് ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്കൽ സ്ട്രക്ചറും തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈൻഡ് ഏരിയനെ ഇൻ്റഗ്രലിൻ്റെ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നമുക്കറിയാം സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രലിന് ഈക്വലാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ എങ്ങനെ ഇൻ്റഗ്രൽസിൻ്റെ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ f(x) എന്ന് പറയുന്നത് x³ ആണ്. ആൻഡ് ഇവിടെ ഇൻ്റർവെലിൻ്റെ എൻഡ് പോയിൻ്റ് വരുന്നത്, അതായത് നമ്മൾ ഷെയ്ഡഡ് പോർഷൻ്റെ എൻഡ് പോയിൻറ്റ്സ് വരുന്നത് -1/2 തൊട്ടിട്ട് 1 വരെയാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് -1/2 <x>(1) ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻ്റഗ്രേഷൻ ആക്കിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം? -1/2 to 1 f(x) dx, അതായത് ഇവിടെ f(x) x³ ആണ്. അപ്പം ഇൻ്റഗ്രൽ -1/2 to 1 x³ dx നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൻ്റെ റിസൾട്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്നുമില്ല, ഗ്രാഫ് നോക്കിയിട്ട് ഏതാണ് ഫംഗ്ഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഏതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് x³ എന്നുള്ളത് അവിടെ ഫംഗ്ഷൻ വാല്യൂ ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും ഇവിടെ വരുന്ന ഷെയ്ഡഡ് റീജിയൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആണ്. അതിവിടെ -1/2 തൊട്ടിട്ട് 1 വരെയാണ്. അത് നമ്മൾ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റായിട്ട് ഇവിടെ ഇൻ്റഗ്രലിൽ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൻ്റെ റിസൾട്ട് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ ഇതാണ്. എ ബസ് മൂവ്സ് ഓൺ എ ലൈൻ വിത്ത് വെലോസിറ്റി = t² - 4t + 3 m/s. റൈറ്റ് ദ ഫോർമുല ഫോർ ഫോളോയിങ് ഇൻ ടേംസ് ഓഫ് ഇൻ്റഗ്രൽസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏത് വരുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബസ് ഫ്രം t = 0 to t = 3. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്കൊരു ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇൻ്റഗ്രൽസിൻ്റെ ടേം ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലേ. അതായത് നമ്മൾ വെലോസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽസിൻ്റെ ടേമിലാണ് ഡിസ്പ്ലേസ്മെൻറ്റിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടൈം ഇൻ്റർവെലും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താ ചെയ്യാനുള്ളൂ, ഇത് ഇൻ്റർവെൽസിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ v എന്ന് പറയുന്നത് t² - 4t + 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് d കൊടുത്തു കഴിഞ്ഞാൽ d = 0 to 3 v dt എന്നല്ല അവിടെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ t² - 4t + 3 dt ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ബസ് ആക്ച്വലി മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ഇൻ്റഗ്രൽസിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ്. അപ്പം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. അവിടെ എത്ര ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ പൊസിഷൻ എത്രത്തോളം മാറി എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബസ് കവർ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഡിസ്റ്റൻസും നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസിൽ കൺസിഡർ ചെയ്യണം. അതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻ്റർവെൽസിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടീൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? t - 1 × t - 3 എന്ന് എഴുതാം. ഓക്കെ, ഇത് നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീൻ്റെ വാല്യൂ നമുക്ക് 1,3 എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 തൊട്ടിട്ട് 3 വരെ ആയിരുന്നു. ഇത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇൻ ബിറ്റ്വീൻ ഒരു 1 കൊടുത്തിട്ട് 0 to 1 ആൻഡ് 1 to 3 എന്ന് പറഞ്ഞാൽ 2 ഇൻ്റർവെൽസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഓരോ ഇൻ്റർവെൽസിലും ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ 0 to 1 എന്നുള്ള ഈ ഒരു ഇൻ്റർവെലിൻ്റെ അകത്ത് നമ്മൾ ടീൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ
0 മൈനസ് 1 ഇത് നെഗറ്റീവ് കിട്ടും, ആൻഡ് 0 മൈനസ് 3 ഇത് നെഗറ്റീവ് കിട്ടും. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവായിട്ട് മാറിക്കോളും. ആൻഡ് 1 to 3 എന്നുള്ള ഈ ഒരു ഇൻ്റർവെലിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അപ്പോൾ 1 കൊടുക്കുന്നത് വെച്ചാൽ 1 മൈനസ് 1 0 ആയിപ്പോവും. ഇതും അപ്പം 0 ഇൻറ്റു a പെർട്ടിക്കുലർ നമ്പർ 0 ആയി മാറും. ഇനി ഈ 1 3 എന്നുള്ള ഈ ഇൻ്റർവെലിൻ്റെ അകത്ത് ഒരു വാല്യൂ കൂടി കിടക്കുന്നുണ്ട്, 2 കിടക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീനായിട്ട് 2 ആണ് ഈ ഒരു ഫാക്ടറൈസേഷനിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ടീൻ്റെ വാല്യൂ ആയിട്ട് 2 കൊടുക്കാം. 2 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഫാക്ടർ 2 മൈനസ് 1 ഒരു പോസിറ്റീവ് കിട്ടും, രണ്ടാമത്തെ ഫാക്ടർ 2 മൈനസ് 3 എന്നുള്ളത് നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്നുള്ളത് നെഗറ്റീവായിട്ട് മാറും. അപ്പം ഈ ഒരു ഇൻ്റർവെലിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും പോസിറ്റീവ് വാല്യൂ, ഇവിടെ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു എന്താ പറയുക ടോട്ടൽ ഡിസ്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ഇൻ്റർവെൽസിൻ്റെ കൂടി ഡിഫറൻസ് ആക്കിയിട്ട് ഇൻ്റഗ്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 തൊട്ടിട്ട് 1 വരെ t² മൈനസ് 4t പ്ലസ് 3 മൈനസ്, പിന്നെ അവിടെ നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എന്താ പറയുക ഗ്രാഫ് പറഞ്ഞപ്പോൾ പറഞ്ഞു എക്സ് ആക്സിസിൻ്റെ താഴെ നെഗറ്റീവ് വാല്യൂസ് വരികയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്റ്റ് ചെയ്യണം എന്നുള്ളത്. ആ സബ്ട്രാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ 1 to 3 t² മൈനസ് 4t പ്ലസ് 3 dt നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ ഇൻ്റഗ്രൽ ഫോം റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാക്ടറൈസേഷൻ ചെയ്യുക. ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ടീൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റർവെൽസിനെ സ്പ്ലിറ്റ് ചെയ്യാം, എവിടെയാണ് പോസിറ്റീവ് വരുന്നത് എവിടെയാണ് നെഗറ്റീവ് വരുന്നത് നോക്കുക. നെഗറ്റീവ് വരുന്ന ഇൻ്റർവെല്ലിൽ നമ്മുടെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഇൻ്റർവെല്ലിൽ സബ്ട്രാക്ട് ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇൻ്റഗ്രൽ എന്നുള്ള കൺസെപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ സൈൻഡ് ഏരിയ എന്നുള്ള പുതിയൊരു കൺസെപ്റ്റായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻ്റഗ്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് റീമാൻ സം എന്നുള്ള പുതിയൊരു ടോപ്പിക്കാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു തരാം. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം, നോട്ട്സ് എഴുതിയെടുക്കാം. താങ്ക് യു.